ഹർത്താൽ ദിനത്തിൽ പ്രതിഷേധങ്ങളെയും വെല്ലുവിളികളെയും അവഗണിച്ച് ഇടുക്കിയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗവർണർ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിന്റെ കാരണവും വിശദീകരിച്ചു. ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും രംഗത്തെത്തി. നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തന്നെ ഗവർണർ ഇടുക്കിയിലെത്തി. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ രാജ്ഭവൻ മാർച്ച് നടക്കുന്നതിനിടെ ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് സർക്കാരിന്റെ വ്യാജ പ്രചരണങ്ങളിൽ ഗവർണർ മറുപടി നൽകി. ബില്ല് സംബന്ധിച്ച പരാതികളിൽ 3 തവണ വിശദീകരണം ചോദിച്ചിട്ടും സർക്കാർ മറുപടി നൽകിയില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി. I have already said yesterday, we received many petitions against this bill which has been passed by the Assembly. Immediately we sent the bills to the government for their remarks, for their comments. Because if you write a letter to me, then I am under obligation to reply to you. How will I reply? My reply will be based on the reply which comes from the government. The first letter was sent either in September or October. Later, we sent 3 reminders to the government. So far, no response has come from the government. പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ഒളിഞ്ഞും തെളിഞ്ഞും സംസ്ഥാന സർക്കാരിനെയും ഇടതനുകൂല വിദ്യാർത്ഥി സംഘടനയായ SFIയെയും വിമർശിച്ചു. പ്രതിഷേധക്കാരോട് ഗവർണറുടെ മറുപടി ഇങ്ങനെ: I said I did not feel threatened when I was 35 years old. Now to my age is I have already completed 72, more than the national average. So I am living on borrowed times. If I was not scared when I was 35, very young, why I should be scared now? I am not scared. This is not possible. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായി. പ്രതിഷേധക്കാരെ കൈവീശി കാണിച്ച് ഗവർണർ മടങ്ങി. തൊടുപുഴ ഗസ്റ്റ് ഹൗസിൽ 15 മിനിറ്റോളം വിശ്രമിച്ച ശേഷമാണ് അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് പോയത്. ജനം, ഇടുക്കി.